അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. നിന്നെ വിളിച്ചവനും വയുള്ളോ കണ്ണിൻമണി പോലെ കാത്തിടുകേ. അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 18-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിൻ്റെ ചിറകിന്മേലിരുന്ന് പറപ്പിച്ചു. ദൈവിക ശക്തിയുടെ പ്രഭാവം അവതരിപ്പിക്കുവാനും തൻ്റെ ജനത്തെ സംരക്ഷിക്കുവാനുമുള്ള ദൈവിക ജാഗ്രതയുടെ ശക്തി അറിയിക്കുവാനുമാണ് സങ്കീർത്തനക്കാരൻ ചുറ്റുപാടുമുള്ള ജനവിഭാഗങ്ങൾക്ക് പരിചയമുള്ള ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവപൈതൻ്റെ ശത്രുക്കളായ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ശക്തികളെ തോൽപ്പിക്കുവാൻ അവൻ കെരൂബിനെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകിന്മേലിരുന്ന് പറപ്പിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുന്നു. ദൈവം കെരൂബിനെ തൻ്റെ രഥമാക്കി അതിൽ സഞ്ചരിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഇത് കാണിക്കുന്നു. സകലത്തെയും സൃഷ്ടിച്ചവൻ സകലത്തിൻ്റെയും നിയന്ത്രിതാവുമാണെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദൈവമക്കളുടെ ഏത് അനുഭവത്തിലും കടന്നു വരുവാനും പ്രവർത്തിക്കുവാനും ദൈവത്തിന് കഴിയുമെന്നാണ് ഈ വാക്യം നമ്മോട് ഇടപെടുന്നത്. നമ്മുടെ ഏത് പ്രശ്നങ്ങളെ അറിയുവാനും ഇടപെടുവാനും കഴിവുള്ളവനിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയം കണ്ടെത്താം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആവശ്യങ്ങൾ കടന്നു വന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവത്തിൽ ശരണപ്പെടുവാൻ എനിക്ക് സാധ്യമാക്കി തീർക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.